ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനസ്സ് പലതരത്തിലുള്ള ശീലങ്ങൾക്ക് അടിമയാണ്. ഇപ്പോൾ പുകവലി തന്നെ ശീലിക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ ആ ശീലം നിർത്തിക്കളയാൻ വളരെ വിഷമമാണ്. ആ ശീലത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ ആ ശീലം തന്നെ നമ്മെ ഗ്രസിച്ചു കഴിയും. ഗ്രസിക്കുക എന്നാൽ നമ്മെ വിഴുങ്ങും. നമ്മെ തന്നെ ആ ശീലങ്ങൾ അടിമയാക്കി നമ്മെ വിഴുങ്ങിക്കളയും. അത്തരം ശീലങ്ങളെ നാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ശീലങ്ങളെ ഒഴിവാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. നല്ല ശീലങ്ങൾ നിലനിൽക്കണമെങ്കിൽ ദുശീലങ്ങളെ നാം പാടെ ഉപേക്ഷിക്കുക തന്നെ വേണം. നല്ല ശീലങ്ങളും ദുശീലങ്ങളും. നല്ല ശീലങ്ങൾ നമുക്ക് സന്തോഷവും സമാധാനവും കൈവരിക്കും. ദുശീലങ്ങളാവട്ടെ അന്യർക്കും ദുഃഖകരം, തനിക്കും ദുഃഖത്തെ ഉളവാക്കുന്നതാണ്. എന്നാൽ ശീലം വളരെ ക്ഷമയോടുകൂടി വേണം ഒഴിവാക്കാൻ. ദുശീലങ്ങളെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം തളർത്ത് സന്തോഷപ്രദം ആവുകയുള്ളൂ. അതുകൊണ്ട് 4-5 നാൾ കൊണ്ടൊരാൾക്കും ധർമ്മശീലം തളർക്കില്ല തന്നെ. പാരാതെ ചെയ്തു നാം ശീലിച്ച ശീലങ്ങൾ മാറാൻ എളുപ്പമല്ലോർക്കൂ. ഒരു പരമസത്യത്തെ വിളിച്ചു പറയുകയാണ്. 4-5 നാൾ കൊണ്ടൊരാൾക്കും ധർമ്മശീലം തളർക്കില്ല തന്നെ. 4-5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അല്പനാളുകളെ കൊണ്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നത് വളരെ വിഷമമാണ്. ഒരു വളപ്പിൽ പുല്ല് വളരെ വേഗത്തിൽ, മുൾച്ചെടികളും പുല്ലും വളരെ വേഗത്തിൽ വളരും. നമ്മളവിടെ ഒരു കൃഷി ഇടണമെങ്കിൽ ആ പുല്ലെല്ലാം മാറ്റിയ ശേഷം അവിടെ കളച്ചിളക്കി അതിൽ വിത്തിട്ട് അതിന് സംരക്ഷണത്തിന് വേലിയടച്ച് അതിൽ വെള്ളവും വളവും കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ കൃഷി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ മുൾച്ചെടികളും പുല്ലുമാകട്ടെ ഒന്നുമില്ലെങ്കിലും അത് വളരും. നമ്മളവിടെ കൃഷി ഇറക്കിയില്ലെങ്കിൽ കള ശക്തിയായി വളർന്നു വരും. ആ കൃഷിസ്ഥലത്തെ മുഴുവൻ മൂടാൻ ആ കളകൾക്ക് കഴിയും. അവിടെ ഒന്നും ഉപയോഗമായ വസ്തു ഉണ്ടാവുകയില്ല. അതിനെയെല്ലാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പം അവയ്ക്ക് ഒന്നിൻ്റെയും ശ്രമം ആവശ്യമില്ല. വിത്തിടണ്ട, അതിന് വെള്ളം വേണ്ട, ഒന്നുമില്ലെങ്കിലും അത് തഴച്ചു വളരും. അതുപോലെ ദുശീലങ്ങൾ തഴച്ചു വളരാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ ദുശീലങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി അവയെ നിർമ്മാർജ്ജനം ചെയ്താലും ആ ദുശീലങ്ങൾ അല്പകാലം കൊണ്ടൊന്നും മാറിക്കിട്ടാൻ വളരെ വിഷമമാണ്. എന്നാൽ കുറേ കാലത്തെ അഭ്യാസം കൊണ്ട്, പരിശീലനം കൊണ്ട് നമുക്കത് സാധിക്കുന്നതുമാണ്. അതാണ് മദ്യപാനത്തിൻ്റെ സ്വഭാവം. അത് ശീലിക്കാൻ എളുപ്പമുണ്ട്. എന്നാൽ മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാലോ പിന്നീട് അത് നിർത്താനാണ് വിഷമം. പിന്നെ അത് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം ആ മദ്യപാനമെന്ന ശീലം നമ്മെ കീഴടക്കി കഴിഞ്ഞു. നാം അതിൻ്റെ അടിമയായി കഴിഞ്ഞു. ആ അടിമത്വത്തിൽ നിന്നും മോചനം നേടാൻ പലർക്കും സാധിക്കാറില്ല. അതിധീരന്മാർക്ക് മാത്രമേ ആ ഇച്ഛാശക്തി കൊണ്ട് ആ ദുശീലത്തെ ഇല്ലാതെയാക്കി ആ നേർവഴിക്ക് നല്ല ശീലങ്ങളെ വളർത്തിയ ധാരാളം വ്യക്തികളുണ്ട്. അത് നാം തന്നെ ചെയ്യണം. വേറെ ഒരാൾക്കും അത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ദുശീലങ്ങളെ വളർത്തിയത് നമ്മുടെ അജ്ഞത കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും വളർന്നു പോയതാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ആ അറിവില്ലായ്മയ്ക്കാണ് ഇവിടെ അജ്ഞത എന്ന് പറഞ്ഞത്. അങ്ങനെ വളർന്നു വന്ന ആ ദുശീലങ്ങളെ ജ്ഞാനം കൊണ്ട്, അതിൻ്റെ ഭവിഷ്യത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടും സജ്ജനങ്ങളായ ജനങ്ങളിൽ നിന്ന് വേണ്ട ഉപദേശങ്ങൾ തേടിക്കൊണ്ടും ആ ദുശീലങ്ങളെ നാം ഉപേക്ഷിക്കാൻ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ചാൽ തീർച്ചയായും അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സാധിച്ച എത്രയോ മഹത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ധാരാളം പുകവലിച്ചിരുന്ന ഒരാൾ അങ്ങനെ ഒരു മഹത് വചനം, ഒരു മഹാത്മാവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് പുകവലിയെ
ശല്യമായി തോന്നിയില്ല. അതിൻ്റെ വാസന കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഛർദ്ദിക്കാൻ വരുന്ന വിധത്തിലായിത്തീർന്നു. അപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള പരിശീലനം നാം എടുത്താൽ അത് സാധിക്കുന്നതാണ്. അതിന് ദൃഢ നിശ്ചയത്തോടുകൂടി നാം ഒരുമ്പെടുക തന്നെ വേണം. അതാണ് 4-5 നാൾ കൊണ്ടൊരാൾക്കും ധർമ്മശീലം തളർക്കില്ല തന്നെ. നല്ല ശീലങ്ങൾ 4-5 നാൾ കൊണ്ട്, അതായത് അല്പകാലം കൊണ്ട് വളർന്നു വരില്ല. പാരാതെ ചെയ്തു നാം ശീലിച്ച ശീലങ്ങൾ മാറാൻ എളുപ്പമല്ലോർക്കൂ. നമ്മൾ കുറേ കാലമായി ശീലിച്ചു വെച്ച ശീലങ്ങളെ മാറിക്കിട്ടാൻ വളരെ വിഷമമാണ്. അതിനാൽ നാം നമ്മുടെ ശീലങ്ങൾ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ദോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ആ ശീലത്തെ നാം ഇപ്പോൾ തന്നെ പിഴുത് കളയേണ്ടതായുണ്ട്. ഒരു ചെറിയ പുൽക്കൊടി പറിച്ചു കളയാൻ എളുപ്പമാണ്. അതിന് 2 വിരൽ മാത്രം മതി. എന്നാൽ ആ പുല്ല് വേര് പടർന്ന് കുറേയധികം സ്ഥാനത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 കൈകളെ കൊണ്ടും അത് പറിച്ചാൽ കിട്ടുകയില്ല. പിന്നീട് കൈക്കോട്ടിൻ്റെ ആവശ്യം വരുന്നു. അതുപോലെയാണ് ഈ ദുശ്ശീലങ്ങൾ വേരൂന്നി വളർന്നു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കാൻ വളരെ വിഷമം അനുഭവപ്പെടും. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അതിനെ നിർമ്മാർജ്ജനം ചെയ്താൽ എളുപ്പമുണ്ട്. ഇപ്പോൾ പല കുട്ടികളും ലഹരിക്കടിമയായി ആ ലഹരി ഇല്ലാതെ അവർക്ക് ജീവിക്കാനേ വയ്യാത്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവർ അവസാനം നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും വഴുതി വീഴുന്നു. പല കുട്ടികളും പറയുകയാണ്, ഞങ്ങൾക്കത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അത്രത്തോളം അടിമപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ദൃഢനിശ്ചയം കൊണ്ടും അതിൻ്റെ ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കി തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന മോഹം തനിക്കുണ്ടായാൽ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. 4-5 നാൾ കൊണ്ടൊരാൾക്കും ധർമ്മശീലം തളർക്കില്ല തന്നെ. പാരാതെ ചെയ്തു നാം ശീലിച്ച ശീലങ്ങൾ മാറാനെളുപ്പമല്ലോർക്കൂ.